നല്ല സിനിമ, നല്ല കഥയുണ്ട്, പാട്ടുണ്ട്, കൊള്ളാം, നല്ല സിനിമ. പടം കൊള്ളായിരുന്നു. പൃഥ്വിരാജിന്റെ ഇന്ദ്രജിത്തിന്റെ ഇത് കൊള്ളായിരുന്നു. ആക്ടിങ് ഇഷ്ടപ്പെട്ടു. നല്ല മൂവി. നല്ല അഭിനയമായിരുന്നു കേട്ടോ, നല്ല അഭിനയം. ഒരു കഥയുണ്ട്. ഇപ്പോഴുള്ള സിനിമക്കൊന്നും ഒരു കഥയില്ല, ഇതൊരു കഥയുണ്ട്. ദീപുവിന്റെ അഭിനയം ഉഗ്രനായിരുന്നു. ദീപുകരനായിരുന്നു അഭിനയം ഉഗ്രനായിരുന്നു. എടുത്തു പറയാനുള്ള ഇന്നിപ്പോ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിൽ നടക്കുന്നത്. എന്തായാലും ഇഷ്ടപ്പെട്ടു. പക്ഷേ ആൾ കൂടെ കണ്ടതിലേക്ക് ഏറ്റവും നല്ല സിനിമ തന്നെ. നല്ല കഥയാണ്, ഫാമിലി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ കൊള്ളാം. അഭിനയമൊക്കെ എല്ലാവരുടെയും കൊള്ളാം. ദീപുവിന്റെ പ്രത്യേകിച്ച് നന്നായിട്ടുണ്ട്. പടം നന്നായിരുന്നു, കുഴപ്പമില്ല. എടുത്ത് പറയാൻ ക്ലൈമാക്സ് കൊള്ളായിരുന്നു, നന്നായിരുന്നു. കുഴപ്പമില്ല, പടം നന്നായിട്ടുണ്ട്. ട്വിസ്റ്റ് ഒക്കെ കൊള്ളാം, കണ്ടിരിക്കാം. ഇത് പറയാൻ അത്യാവശ്യം അതിന്റെ ട്വിസ്റ്റ് തന്നെയാണ് ലാസ്റ്റത്തെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ പിക്ചറൈസിങ് എല്ലാം കൊള്ളാം, എഡിറ്റിംഗ് BGM എല്ലാം നന്നായിട്ടുണ്ട്. ത്രില്ലറാണ്. കണ്ട നല്ല സിനിമയാണ്. നല്ല സിനിമ വെച്ചാൽ കുറച്ച് നമ്മളിപ്പോൾ വ്യത്യസ്തമായ ഒരു ടൈറ്റിൽ തന്നെ സൂപ്പറാണ്. പിന്നെ എന്നിട്ട് ഇന്ദ്രജിത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദീപു കരുണാകരൻ സാർ, അദ്ദേഹമാണെങ്കിൽ ഈ മലയാള സിനിമയിൽ ഇനി നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു അത്യാവശ്യം നല്ലൊരു സിനിമയായിട്ടാണ് ഞാൻ കണ്ടാ സാറേ പടം സൂപ്പറാണ് സാറേ. എടുത്ത പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രോളിന് ശേഷം ഞങ്ങള് പ്രതീക്ഷിക്കുന്ന അപ്പുറത്തായിരുന്നു. എൻ്റെ ക്ലൈമാക്സ് വൺ ട്വിസ്റ്റ് ആയിരുന്നു. നൈസ് ആയിട്ടുണ്ട്. നല്ല ഫാമിലിക്കൊക്കെ നന്നായിട്ട് വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാധനമാണ്. നല്ല ഹ്യൂമറായിരുന്നാൽ എല്ലാം നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. ബൈജാണായാലും ശരി, അനുപനായാലും ഇന്ദ്രനായാലും എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചു. എടുത്തു പറയേണ്ടത് തന്നെ അതിന്റെ ക്ലൈമാക്സ് സൂപ്പറാണ്. നമ്മൾ പ്രതീക്ഷിക്കും പോലെയല്ല. നമ്മൾ തുടക്കത്തിൽ കാണുന്ന ഇന്ദ്രനല്ല. കോമഡി എന്ന് പറഞ്ഞാൽ ബൈജാന്റെ കുറച്ച് കോമഡി ഉണ്ട്. കോമഡി പിന്നെ ത്രില്ലറും കൂടി. കോമഡി പടം ഒന്നും പറഞ്ഞ് കയറണ്ട. പിന്നെ ഫാമിലിക്ക് ഇഷ്ടപ്പെടും. പടം നല്ല പടം.